ഇവിടെ വേദന ഉണ്ടോ? അനക്കാൻ പറ്റുന്നില്ല. അത് ശരിയാക്കണം, കുഴപ്പമില്ല. ഡോക്ടർ അരവിന്ദൻ എങ്ങനെയുണ്ട്? ഹീസ് ഫൈൻ നൗ. കുഴപ്പമില്ല. ചെറിയൊരു പെയിൻ, അത് മാറിക്കോളും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അമ്മേ. താങ്ക് യു ഡോക്ടർ. എല്ലാരും കൂടി പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അരവിന്ദനെ ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അരവിന്ദ് കണ്ണു തുറന്നു പറഞ്ഞില്ലേ ബാല, ചെന്ന് കാണും. അവന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഗോവിന്ദ? ഒന്നുമില്ല, നീ വന്നേ ബാ. എന്റെ മോനെ കല്യാണ ചെറുക്കനായിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്റെ മോനെ കിടപ്പ് കാണുമ്പോ അതൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കില്ല അമ്മേ. അമ്മ വീണ്ടും ഇമോഷണൽ ആവല്ലേ, വീണ്ടും തലയിറങ്ങി വീഴും. ഞാൻ തലയിറങ്ങി വീണാലും കുഴപ്പമില്ല, ചത്താലും കുഴപ്പമില്ല. എന്റെ മോൻ സുഖമായിട്ടിരിക്കണം, എനിക്കത് മതി. ഇപ്പൊ വേദന ഉണ്ടോ? വേദന ഉണ്ടടാ. എടാ, എന്നെ ചവിട്ടിയിട്ട് പോയവനെ കിട്ടിയോ? ആരാ അവൻ? അവൻ ആരാന്നറിയില്ല, പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അവരന്വേഷിച്ച് നിന്നെ വീഴ്ത്തിയവരെ കണ്ടെത്തിക്കോളൂ. മാഡം, താലികെട്ടന്റെ കൈ കെട്ടി വെച്ചിരിക്കുന്നുണ്ടില്ലേ? സത്യമായിട്ടും അരവിന്ദന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാ. എന്താ മേഡം ഈ പറയുന്നേ? മേഡമാണോ എന്നെ? അതെ, ഞാൻ തന്നെ. എന്റെ സമയം ശരിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ അരവിന്ദൻ ഇത് സംഭവിച്ചത്. അങ്ങനൊന്നും പറയാതെ മോളെ. മോള് ഐശ്വര്യമുള്ളവളാ. മോള് കാരണം ആർക്കും ഒന്നും ഉണ്ടാവില്ല. എന്റെ മോൻ ഇങ്ങനെ കിടക്കാൻ കാരണം ആരാണെന്ന് മോക്കറിയോ? കണ്ടില്ലേ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നത്? ഇയാളാ ഇതിനൊക്കെ കാരണം. ജീവനോടിരിക്കുമ്പോ എന്റെ മോന് ബലിയിട്ടില്ലേ? ആ നിമിഷം മുതല് എന്റെ മോനെ അതെല്ലാം വല്ലാതെ ബാധിച്ചു. ഇനി മോടെ കഴുത്തില് താലി കെട്ടുന്നത് വരെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. സമാധാനിക്ക്, ചുമ്മാ ഓരോന്ന് പറയാതെ. അരവിന്ദ്, ഞാൻ മമ്മിയെ വീട്ടിൽ വിട്ടിട്ട് ഓഫീസിലേക്ക് പോയി ഇമ്പോർട്ടന്റ് ഫയൽസ് ക്ലിയർ ചെയ്തിട്ട് വരാം. ശരി മാഡം. മമ്മി വാ. മോനെ പോയിട്ട് വരാം. ശരീരം നോക്കണം കേട്ടോ. ഇല്ലമ്മേ, കുറവുണ്ട്.